വേദജ്യോതിഷ പ്രകാരം 2025 ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റം കൊണ്ട് 5 നക്ഷത്രക്കാരിൽ, അതായത് ഉത്രം, മകയിരം, തിരുവാതിര, പുണർദം, ആയില്യം നാളുകാരുടെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത അത്ര ശുഭകാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ഈ നാളുകാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു അധ്യായം മുഴുവനായി കേൾക്കാതെ ഇരിക്കരുത്. ഈ നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഈ നാളുകാരായിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ ഒരു അധ്യായം അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം മറ്റുള്ളവരുടെ ഉയർച്ചയിലും കൂടി നാം സന്തോഷിക്കുമ്പോൾ മാത്രമേ ഈശ്വര കടാക്ഷം കൂടുതലായി നമ്മളിലേക്കും വരികയുള്ളൂ. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർക്ക് ഈ 2025 ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റം കൊണ്ട് ലഭിക്കുവാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 5 നക്ഷത്രക്കാർക്കും 2025 ധനവരവ് മാത്രമല്ല ഗൗരി യോഗവും സിദ്ധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ഉയർച്ചകൾ ഇരട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. ഇതിൽ ആദ്യമായി വരുന്നത് ഉത്രം നാളുകാരാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ഇതുവരെയുള്ള ജീവിതം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല, കയറിയിറങ്ങാത്ത അമ്പലങ്ങളില്ല. എന്നിട്ടും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമൊന്നും ഒരു ശമനം കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉത്രം നാളുകാർക്ക്. പ്രധാനമായി സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉത്രം നക്ഷത്രക്കാർ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും മറുപടി ലഭിക്കില്ല എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഈ 2025 മാറ്റം വരുവാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലേക്ക് ചില കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ഉത്രം നാളുകാരായിട്ടുള്ള ആളുകൾ 2025 തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വിജയമായിരിക്കും ഫലം. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ വെച്ച് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025. ഇനി രണ്ടാമതായി 2025 ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും രാശിമാറ്റം കൊണ്ട് അധികമായി ജീവിതത്തിലേക്ക് ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകീരം നക്ഷത്രക്കാരാണ്. മകീരം നക്ഷത്രക്കാരിൽ ഒരുപാട് ആളുകൾ എന്തിനാ ഭഗവാനെ എനിക്കിങ്ങനെ ഒരു ജീവിതം നൽകിയിരിക്കുന്നത് എന്ന് തേങ്ങി ജീവിതം മുന്നോട്ടേക്ക് നീക്കുന്നവരാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു ഉന്നമനം ആഗ്രഹിക്കുന്ന രീതിയിൽ കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ 2025 മകയിരം രാശിക്കാരെ ഭാഗ്യം തുണയ്ക്കുകയാണ്. വളരെ നാളുകളായി നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തിയിരുന്ന തരത്തിലുള്ള കടബാധ്യതകളിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്ന വർഷമാണ് 2025. അതായത് സാമ്പത്തികമായ ഉന്നമനം നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ മകീരം നാളുകാർ ആയിട്ടുള്ള ആളുകളിൽ വിവാഹം നടക്കുവാൻ വളരെയേറെ തടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില നാളുകാരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ മകീരം നക്ഷത്രക്കാരുടെ മാതാപിതാക്കളും ഈ ഒരു കാര്യം കൊണ്ട് വളരെയേറെ മനസ്സ് വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ സങ്കടത്തിന് ഒരു പരിഹാരം വരികയാണ് ഈ 2025. ഇനി മൂന്നാമതായി 2025 ജീവിതത്തിൽ ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുള്ള വീടുകൾക്ക് തന്നെ അവർ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
ആ വീട്ടിലുള്ള തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളിലൂടെ ആ കുടുംബത്തിന് തന്നെ ഉയർച്ച വരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ 2025 സംഭവിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിക്കായി ആഗ്രഹിച്ച് അതിനുവേണ്ടി വളരെ കാലങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തിരുവാതിര നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി കരസ്ഥമാക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുള്ള ചില വീടുകളിൽ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത തരത്തിൽ വളരെയധികം തടസ്സങ്ങൾ നേരിട്ട് വരുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് പ്രധാനമായും നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ നിയമക്കുരുക്കുകളിലൊക്കെ പെട്ടു നിൽക്കുന്നതിനാൽ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില ആളുകളുമുണ്ട്. എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ നീങ്ങി സ്വന്തമായി ഒരു വീട് എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. ഇനി നാലാമതായി 2025 ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുവരെ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒന്നും തന്നെയില്ല എന്ന് പറയേണ്ടി വരും. പ്രധാനമായും കുടുംബ ബന്ധങ്ങളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന നിലയിലുള്ള പല ആളുകളും ഇന്നത്തെ ഈ അധ്യായം വരെ കാണുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ കണ്ണേറ്, ശത്രുദോഷം എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത വെല്ലുവിളികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2025 ഈ 2 ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് നിങ്ങളുടെ ശത്രുദോഷം മാറുകയും കണ്ണേറ്, പ്രാക്ക്, ആഭിചാരം പോലെയുള്ള ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടുവാനും കഴിയുകയില്ല. അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വിദേശയാത്ര സ്വപ്നം കണ്ടിരുന്നിട്ടും തടസ്സങ്ങൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഈ തടസ്സങ്ങളെല്ലാം നീങ്ങി 2025 തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വിദേശയാത്രാ യോഗവും കാണുന്നുണ്ട്. അടുത്തതായിട്ട് 2025 ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഉടനീളം മഹാഭാഗ്യത്തിൻ്റെ അനുഭവങ്ങൾ ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യമെന്ന വാക്ക് പോലും മറന്നിരിക്കുന്ന തരത്തിലുള്ള ജീവിത അവസ്ഥകളിലൂടെയാണ് അവർ ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ കൊണ്ട് ജീവിതത്തിലെ നല്ല കാലത്തെപ്പറ്റി സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത തരത്തിൽ മനസ്സ് തകർന്നിരിക്കുകയാണ് ആയില്യം നക്ഷത്രക്കാരുടെ. എന്നാൽ ഈ പറയുന്ന കാര്യം നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. ഈ 2025 നിങ്ങളുടെ ഭാഗ്യവർഷമാണ്. 2025 നിങ്ങളുടെ മനസമാധാനം നശിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മോചനം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്ക് സ്വന്തമായി വാഹനം വാങ്ങുവാനുള്ള യോഗവും 2025 കാണുന്നുണ്ട്. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുവാൻ തക്കതായ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2025. അപ്പോൾ ഈ 5 നക്ഷത്രക്കാരും ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ തിരുവാതിര, പുണർദം, ആയില്യം, മകയിരം, ഉത്രം നക്ഷത്രക്കാർ ഉള്ള വീടുകൾക്കും അതിൻ്റേതായ ഉന്നമനവും സമൃദ്ധിയുമൊക്കെ കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആരെങ്കിലും, അല്ല എന്നുണ്ടെങ്കിൽ
ഈ നക്ഷത്രക്കാർക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും ഈ അധ്യായം കാണുകയാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. എൻ്റെ നാവ് പൊന്നാവട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.